ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയ്ക്കും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യനിർമ്മാണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. विकसित भारत का निर्माण ऐसे युवाओं से ही होगा जो युवा मानसिक रूप से शांत हो, जो सामाजिक रूप से जिम्मेदार हो और जो समाज के प्रति संवेदनशील हो. इसलिए स्पिरिचुअल वेलबींग, मेंटल हेल्थ, योग, मेडिटेशन, इस पर काम करने वाली आपकी ये महत्वपूर्ण. തുടർന്ന് തെലങ്കാനയിലെത്തിയ ശ്രീ നരേന്ദ്രമോദി ഏകദേശം 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷനുമായ ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ബുധനാഴ്ചയ്ക്ക് മുൻപ് നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസകൾ നേർന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നൽകുന്ന വിധി വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ഗുവാഹത്തിയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹത്തെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തത്. 102 MLAമാരുടെ പിന്തുണയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ലോക്ഭവനിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ചൊവ്വാഴ്ച ഗുവാഹത്തിയിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിലെ കേന്ദ്ര ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. വെള്ളപ്പൊക്ക ലഘൂകരണ നടപടികളുടെ പുരോഗതിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം കോതമംഗലത്ത് 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങി മരിച്ചു. വടാട്ടുപാറ പലവൻ പുഴയിൽ കുളിക്കാനിറങ്ങിയ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം സ്വദേശികളാണ് ഇവർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമ്മ പ്രകൃതിക്ക് തുല്യമാണെന്നും നമ്മുടെ സംസ്കാരത്തിൽ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ അനുസ്മരിക്കുന്നു. അമ്മമാരെ ആദരിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എത്ര അഭിമാനത്തോടെയാണ് നാം നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും സ്നേഹവും അമ്മ തന്നെയാണ്. ഈ ഭൂമിയിലെ എല്ലാ സത്യവും എല്ലാ സൗന്ദര്യവും അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അമ്മയുടെ സ്പർശം ഹൃദയംഗമമാണ്. ആ കരുതലിന് പകരം വെക്കാൻ ഒന്നുമില്ല. അമ്മയുടെ സ്മരണയ്ക്ക് ഈ പ്രത്യേക ദിനത്തിൽ എന്റെ ഹൃദയാശംസകൾ ഞാൻ അർപ്പിക്കുന്നു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ISROയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ആദ്യമായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം. 10 ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൗകര്യങ്ങൾ, ടെലിമെട്രി ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 9 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺ എന്ന നിലയിലാണ്. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി അല്പസമയത്തിനകം ഏറ്റുമുട്ടും. ആകാശവാണി 90ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ മിതമായ നിരക്കിൽ നോട്ട് ബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് മുതലക്കുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് നാളെ മുതൽ ആരംഭിക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.